ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ടൊരു പാവപ്പെട്ട മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്തിന്റെ മുന്നിൽ തങ്ങൾ ഇരുന്നിട്ട് ഇൽമു പറഞ്ഞു കൊടുക്കുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് തങ്ങളെ ചീത്ത പറയുന്നു. സ്വഹാബത്ത് ഇങ്ങനെ മുന്നിൽ ഇരിക്കുന്നുണ്ട്, ഇയാള് വന്നിട്ട് വല്ലാത്ത ചീത്ത. അപ്പൊ തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ എങ്ങനെ ചീത്ത പറയുന്നത്? ഞാൻ നിങ്ങളെ പരിചയമില്ലല്ലോ, നിങ്ങൾ എന്തിനാ അങ്ങനെ പറയുന്നത്, എന്നെ ചീത്ത പറയുന്നത്? പിന്നെയും ചീത്ത പറഞ്ഞു. ചീത്ത വീണ്ടും വീണ്ടും അങ്ങനെ പറഞ്ഞപ്പോ സഹിക്കാൻ കഴിയണ്ടേ? ഉമർ റളിയല്ലാഹു എഴുന്നേറ്റു. ഉമർ റളിയല്ലാഹു പെട്ടെന്ന് എഴുന്നേറ്റു. എന്തെങ്ങനെ പറയണേ? ഉമർ റളിയല്ലാഹു എഴുന്നേറ്റപ്പോ തങ്ങൾ പറഞ്ഞു, ഉമറേ നിങ്ങളിരിക്കി ഖാദൽ ഹലീമുൻ യകൂന നബിയ, നിങ്ങളിരിക്കി. സഹനശീലമുള്ള ആള്, നബിമാരുടെ സ്ഥാനത്തോട് അടുത്ത സ്ഥാനമുള്ള ആൾ, നിങ്ങൾ ഇരിക്കി, നിങ്ങൾ പെട്ടെന്ന് എടുത്തു ചാടരുത്, ഇരിക്കി, അയാൾ പറയാനുള്ളത് പറയട്ടെ എന്ന്. അങ്ങനെ പിന്നെയും ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യൻ നേർക്ക് നേരെ ഒരു തുണി പോലും ഉടുക്കാനില്ല, കീറി പറഞ്ഞൊരു തുണിയാണുള്ളത്. മേലെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കീറിയിട്ടുണ്ട്, പഴകിയിട്ടുണ്ട്. അത്രയും പാവപ്പെട്ട ആളാ, ചെരുപ്പ് പോലും ഇല്ല. പക്ഷെ പറച്ചിനൊരു കുറവില്ല. അറിവില്ലായ്മ കൊണ്ട് പറയാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഏകദേശം ഒരു വഖഫിലായപ്പോ ചോദിച്ചു, അല്ല നിങ്ങൾ പറഞ്ഞു നിർത്തിയോ? എനിക്കൊന്ന് ചോദിക്കാനാണ്, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വെറുതെ എന്നെ പരിഗണിക്കുന്ന ഒരു സമൂഹമല്ലേ ഇവിടെ ഇരിക്കുന്നത്, ഇവരെ മുന്നിൽ വെച്ച് എന്തിനാ അങ്ങനെ ചീത്ത പറയുന്നത്, എന്തിനാ പഠിക്കുന്നത്, എന്താ വിഷയങ്ങൾ പറയൂ. അപ്പൊ ആ മനുഷ്യൻ ഒന്നുകൂടി പറഞ്ഞ് എന്താ പറയണറിയോ, ഇവരൊക്കെ നിങ്ങൾ സംസാരിച്ച് പതുക്കെ നിങ്ങളെ വാചാലത കൊണ്ട് കീഴ്പ്പെടുത്തിയതുപോലെ എന്നെയും പതുക്കെ ഇങ്ങനെ വരുതിയിലാക്കാൻ വേണ്ടി നോക്കുകയാണോ? അയാൾ ഉദ്ദേശിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ വാചാലതന്റെ ഒഴുക്ക് കണ്ട് എല്ലാവരും ഇരുന്നു കൊടുത്താനാ. അവരൊക്കെ നല്ലോണം ഈമാന് തറുവാക്കി ശരിക്കും ഇരിക്കുന്ന മുഅ്മിനീങ്ങളാ. പക്ഷെ അങ്ങനെ പറഞ്ഞിങ്ങനെ പതുക്കെ സോപ്പിട്ടിരുത്താനാണ് വന്ന ആള് കരുതിയത്. അല്ല, നിങ്ങളുടെ ലക്ഷ്യം എന്താ, നിങ്ങൾ പറയൂ. അപ്പം അങ്ങോട്ട് ദേശത്തിന്റെ ഊക്ക് കൂടിയിട്ട് കുപ്പായത്തിന്റെ ചുരുട്ടി ആ കൈ ഇങ്ങനെ ആ മടക്ക് ഇങ്ങനെ നിവർത്തിയിട്ട് ഒരു ഉടുമ്പിനെ വലിച്ചെടുത്തു. അപ്പൊ സ്വഹാബിമാർക്ക് മനസ്സിലായി, ഉടുമ്പിനെ വേട്ടയാടി ജീവിക്കുന്നൊരു പാവങ്ങളിൽ പാവാണ്. ഈ ഉടുമ്പിനെ ആരെങ്കിലും വാങ്ങിയെങ്കിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ട് അങ്ങനെ ഉപജീവന മാർഗം, ആരും വാങ്ങിയിട്ടില്ലെങ്കിൽ കശാപ്പ് ചെയ്ത് തിന്നേണ്ടി വരും. അങ്ങനെ ഉപജീവന മാർഗമാണ്. ആ ഉടുമ്പിനങ്ങോട്ട് നിലത്തേക്ക് വലിച്ചിട്ടിട്ട് പറഞ്ഞു, ലാ ഊമിനു ബിക ഹത്താ യൂമിന ബിക ഹാദൽ ലബ്. ഈ ഉടുമ്പ് നിങ്ങളെ വിശ്വസിക്കുന്നവരെ ഞാൻ വിശ്വസിക്കൂല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അതാണോ കാര്യം? അത് എളുപ്പ. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞാ പോരെ. ഉടുമ്പിനോട് തങ്ങൾ ചോദിച്ചു, ഉടുമ്പേ മൻ തഅബുദ്, ആർക്കാ നീ ഇബാദത്ത് എടുക്കുന്നത്? ഉടുമ്പിനോട് ചോദിച്ചു. എല്ലാ സൃഷ്ടികൾക്കും ഇബാദത്തില്ലേ? ഉണ്ട്. വഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി, എല്ലാ ചരാചരങ്ങളും, മണ്ണും വിണ്ണും, ജിബാലും ഷജറും, അചേതന വസ്തുക്കളും സചേതന വസ്തുക്കളും എല്ലാം അള്ളാഹുവിന് വണങ്ങുന്നുണ്ട്, അള്ളാഹുവിന് വാഴ്ത്തുന്നുണ്ട്, അള്ളാഹുവിന്റെ പരിശുദ്ധി അംഗീകരിച്ച് സ്തുതിക്കുന്നുണ്ട്, കീർത്തിക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. പക്ഷേ പലരുടെയും പല ഭാഷയാണ്, പലപ്പോഴും നമുക്കത് മനസ്സിലാകൂല. വലാകില്ലാ തഫ്ഖഹൂന തസ്ബീഹഹും, അവര് ചൊല്ലുന്ന തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയൂല. മനസ്സിലാക്കാൻ കഴിയുന്നവർക്കത് മനസ്സിലാക്കും. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സ്വഹാബത്തിന് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ചെരൽക്കല്ലിന്റെ തസ്ബീഹ്, മരങ്ങളുടെ തസ്ബീഹ്, ഇലകളുടെ തസ്ബീഹ് കേൾപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാറ്റിനും ഉണ്ട് തസ്ബീഹ് ഉണ്ട്, തഹ്മീദ് ഉണ്ട്, എല്ലാറ്റിനുമുണ്ട്. സുജൂദു അങ്ങനെ തന്നെയല്ലേ അല്ലാഹു തആല പറഞ്ഞത്, യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വൽ അർള് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വശജറു വദ്ദവാബു വകസീറും മിനൻ നാസ്. മരങ്ങൾ, പർവ്വതങ്ങൾ, ജന്തുക്കൾ എല്ലാം അള്ളാഹുവിന് സാഷ്ടാംഗം നമിക്കുന്നുണ്ട്. കസീറും മിനൻ നാസ്, മനുഷ്യന്മാരിൽ നിന്ന് കുറെ പേരും. വകസീറുൻ ഹഖ അലൈഹിൽ അദാബ്, ബഹുഭൂരിപക്ഷം ആളുകൾ ഇതിനെതിരാണ്, അവർക്ക് ശിക്ഷയാണ് ഉറപ്പായിരിക്കുന്നത്. അവർക്ക് വിശ്വാസമില്ല, തൗഹീദുമില്ല, സുജൂദില്ല, ഒന്നും ഇല്ലാത്തത് കൊണ്ട്. ഇരിക്കട്ടെ, ഈ ഉടുമ്പിനോട് തങ്ങൾ ചോദിക്കുന്നു, മൻ തഅബുദ്, ആർക്കാ നീ ഇബാദത്ത് എടുക്കുന്നത്, ആരെയാ നീ വിശ്വസിക്കുന്നത്? സുന്ദരമായ അറബിയിൽ എല്ലാവരും കേൾക്കി ഉടുമ്പ് പറഞ്ഞു, അല്ലദീ ഫിസ്സമാഇ അർശുഹു വഫിൽ അർളി സുൽത്താനുഹു, ആകാശത്തിൽ അർശിനെ പടച്ച് സംവിധാനിച്ച ഒരുവനില്ലയോ,
ലോകം മുഴുക്കയും അടക്കി ഭരിക്കുന്ന ഒരുവനില്ലയോ? ആ ഒരു ഇലാഹിനാണ്, ആരാധ്യനാണ് ഞാൻ ഇബാദത്തെടുക്കുന്നത്, മറ്റാർക്കുമല്ല. ഉടുമ്പിനോട് ചോദിച്ചു, ഉടുമ്പേ ഫമൻ അനാ, ഞാൻ ആരാണെന്ന് പറയൂ ഉടുമ്പേ. ഉടുമ്പ് പറയുന്നു, അന്ത അബ്ദുല്ലാഹി വറസൂലുഹു ജഅലകല്ലാഹു ഖാതിമൽ ലിന്നബിയ്യീൻ. അവിടുന്ന് അല്ലാഹുവിന്റെ അബ്ദാണ്, അല്ലാഹുവിന്റെ റസൂലുമാണ്. അല്ലാഹു തങ്ങളെ ജനങ്ങൾക്ക് അവസാനത്തെ നബിയാക്കി നിശ്ചയിച്ചിരിക്കുന്നു. തങ്ങൾ അവസാനത്തെ നബിയാണ്. ഇതുകൂടി കേട്ടപ്പോൾ ആ പാവപ്പെട്ട മനുഷ്യൻ പറഞ്ഞു, ലാ അത്തബിഉ അസറം ബഅദ ഐൻ. നേർക്ക് നേരെ എനിക്ക് അനുഭവം കിട്ടിയ ശേഷം മറ്റൊരാളെ വാക്ക് എനിക്ക് വേണ്ട. ഞാൻ തങ്ങളെ എതിർത്തത്, ചീത്ത പറഞ്ഞത് എന്റെ കുടുംബത്തിൽ പലരും പറഞ്ഞ പല കാര്യങ്ങളും കേട്ടിട്ടാണ്. ഇപ്പൊ എന്റെ കണ്ണുകൊണ്ട് നേർക്ക് നേരെ ഞാൻ കണ്ടല്ലോ, എന്റെ കാതുകൊണ്ട് നേർക്ക് നേരെ ഞാൻ കേട്ടല്ലോ. എന്റെ കൂടെ ഞാൻ വേട്ടയാടി വന്ന അള്ളാഹുവിന്റെ ഒരു സൃഷ്ടി, ഒരു ജീവിയല്ലേ ഈ വിളിച്ചു പറഞ്ഞത്. എനിക്കിന്ന് മറ്റൊന്ന് ചിന്തിക്കേണ്ടതില്ല. ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് സന്തോഷത്തോടെ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, തങ്ങൾ ഓതിക്കൊടുക്കുന്ന ഖുർആനിൽ നിന്ന് എനിക്കും പഠിപ്പിച്ചു തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് പഠിപ്പിച്ചു കൊടുത്തു. ചെറിയ സൂറത്ത് ആ മനുഷ്യൻ ചോദിച്ചു. സ്വഹാബിയായ പാവപ്പെട്ട മനുഷ്യൻ ചോദിച്ചു, നബിയേ ഇത് ചെറിയൊരു സൂറത്തല്ലേ, വലിയ സൂറത്ത് പഠിക്കണം എന്ന മോഹത്തിലാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഖുൽ ഹുവല്ലാഹു അഹദിന്റെ മഹത്വം പറഞ്ഞു കൊടുത്തപ്പോ വല്ലാത്ത സന്തോഷത്തോടെ പറഞ്ഞു, നിഅമർ റബ്ബൂ യഖ്ബലുൽ യസീറ വയുത്തിൽ ജസീൽ. റബ്ബ് വളരെ വിശുദ്ധനാണ്, കുറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രതിഫലമാണല്ലോ അല്ലാഹു നൽകുന്നത്. വല്ലാത്ത മഹാൻ തന്നെ. ഒരു ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതിയാൽ ഇത്രമാത്രം വലിയ മഹത്വം തരുമോ? അതൊക്കെ പറഞ്ഞ് എല്ലാം കുറച്ച് കാര്യങ്ങളൊക്കെ ബേസിക്കലായി പഠിച്ച ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. പിന്നെ അതങ്ങൾ ചോദിക്കുന്നത്, കുടുംബം എങ്ങനെയാണ് ജീവിതം, എങ്ങനെയാണ് ജോലി. ആദ്യതൊക്കെ ചോദിച്ചൊക്കെ കൊടുത്തതിന്റെ ശേഷം ഞങ്ങൾ ഷഹാദത്തുൽ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞതല്ല. അപ്പോഴാണെങ്കിൽ പലരും അടിക്കുറിപ്പ് ചെയ്തും, അതങ്ങനെ പ്രലോഭനത്തിന് വാങ്ങിയിട്ടാണ്. അല്ല, ഇതെല്ലാം ദഹിച്ച് റെഡിയായി വിശ്വസിച്ച് ഉറപ്പിച്ച ശേഷം തങ്ങൾ സുഖാന്വേഷണങ്ങൾ ചോദിക്കാണ്. ഏതാണ് ഗോത്രം, ഏതാ കുടുംബം? നബിയെ ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട. എൻ്റെ അത്ര പാവപ്പെട്ടൊരു മനുഷ്യൻ ആ കുടുംബത്തിലുണ്ടാകൂല. അത് കേട്ടപ്പോൾ തങ്ങളെ മുഖത്ത് വല്ലാത്ത ഒരു സങ്കടം വന്നത് സ്വഹാബത്ത് വായിച്ചറിഞ്ഞു. മുഖം കണ്ടപ്പോൾ തന്നെ അറിഞ്ഞു. കുറച്ച് സ്വഹാബിമാര് പോയിട്ട് ഒരു ചെറിയ സഞ്ചിയിലായിട്ട് തുണിയും കുപ്പായൊക്കെ കൊണ്ടുവന്നു, വസ്ത്രങ്ങൾ കൊണ്ടുവന്നു. നബി ഇത് വസ്ത്രങ്ങളാന്ന് പറഞ്ഞു. വേറെ സ്വഹാബി പോയിട്ട് പറഞ്ഞു, നബി ഇത് ചെരുപ്പാണ് എന്ന് പറഞ്ഞു. ആദ്യമായിട്ട് ചെരുപ്പ് ധരിക്കുകയാണെന്ന്. വേറൊരാൾ പോയിട്ട് ചെറിയ കുറച്ച് ഉപകരണങ്ങൾ കൊണ്ടുവന്നു. വേറെ കുറച്ച് ആൾക്കാർ പോയിട്ട് കുറച്ച് ധാന്യങ്ങൾ കൊണ്ടുവന്നു. ഇതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു, അത് പറയാനാ ഞാനിത് പറഞ്ഞത്, അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ മദീനയിൽ വന്നപ്പോൾ ഒന്നുമില്ലാത്തൊരു പാവപ്പെട്ട ആളായിരുന്നു. ഒരു ദിർഹം ദീനാറ് പോലും എൻ്റെ കയ്യിലില്ലായിരുന്നു. എനിക്ക് 20 ദീനാറ് കടം തന്നിട്ട് ഈ ഒരു ഉയരത്തിലേക്ക് എന്നെ ഉയർത്തിയത് ഒരു പാവപ്പെട്ട ഒരു സഹോദരനായ അൻസാരിയായ സുഹൃത്താണ്. ഇതുപോലെയുള്ളൊരു സന്തോഷം എനിക്ക് നൽകിയത്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലേ, സന്തോഷത്തോടുകൂടെ ഞാൻ പറയട്ടെ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനമില്ലേ, ആ വാഹനം ചെറിയ വിലക്കുള്ള വാഹനമല്ല, വലിയ വിലക്ക് മുന്തിയ ഒരു വാഹനമാണ്. മുന്തിയ വാഹനം, അതിൻ്റെ നിറവും അതിൻ്റെ കാലുകളും അതിൻ്റെ മുഖവും അതിൻ്റെ വാലൊക്കെ കണ്ടാൽ തന്നെ 10,000-10,000 ദിർഹം വില കിട്ടും. അത്രയും മുന്തിയ ലെവലുള്ള വാഹനം ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു നബിയേ. കാരണം ഡ്രസ്സ് പലരും കൊടുത്തു, ചെരുപ്പ് ഒരാൾ കൊടുത്തു, ധാന്യങ്ങൾ പലരും കൊടുത്തു.
അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു മദീനയിൽ വന്ന വിഷയം ഓർക്കുകയാണ്. അന്ന് ഞാൻ പാവങ്ങളിൽ പാവമാണ്, എനിക്ക് ഈ ബർക്കത്തുകളൊക്കെ അള്ളാഹു ദീനിന്റെ ഖിദ്മത്ത് കൊണ്ട് തന്നതല്ലേ. എൻ്റെ ഒരു സഹോദരനായി ദീനിലേക്ക് കടന്നു വന്ന ബനൂ സുലൈം ഗോത്രത്തിൽപ്പെട്ട പാവപ്പെട്ട മനുഷ്യൻ, അദ്ദേഹവും ദീനിലായിട്ട് വളർന്നു വരണമല്ലോ, സജീവമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിന് പ്രവർത്തിക്കണ്ടേ, അതിന് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിന് അദ്ദേഹത്തിന് സഹായവും വേണ്ടേ. ഞാൻ സഞ്ചരിക്കുന്ന വാഹനം കൊടുത്തു. ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ സംഭാവനയാണ് ആ കൊടുത്ത വാഹനം. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളെ, നാളെ ആഖിറത്തിൽ മഹ്ശറിൽ എല്ലാവരും കാത്തു നിൽക്കുമ്പോൾ സിറാത്തിലേക്ക് കടക്കാൻ നിങ്ങൾക്കൊരു വാഹനം മലക്കുകൾ കൊണ്ടുവരും. ആ വാഹനത്തിന്റെ കാൽപാദങ്ങളിൽ ലംഘുന്നത് കണ്ടിട്ട് ജനങ്ങളൊക്കെ നോക്കും, എന്തൊരു വാഹനമാണ്, അതിന്റെ മേലെ വീച്ചിരിച്ചിരിക്കുന്ന സ്വർഗത്തിന്റെ പരവതാനി പച്ചപ്പട്ട്, അത് കണ്ട് ആളുകളൊക്കെ അങ്ങനെ ആനന്ദിക്കും. മഹ്ശറിൽ ആ വാഹനത്തിലേറിയിട്ട് നിങ്ങളൊന്ന് യാത്ര ചെയ്യുമ്പോ കാണുന്നവരൊക്കെ കൊതിക്കും, അതുപോലൊരു വാഹനം വേണം, അതുപോലൊരു വാഹനം എനിക്കും പാലം കടക്കാൻ കിട്ടിയിരുന്നെങ്കിൽ, അതുപോലൊരു വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നുവെങ്കിൽ. സഹോദരങ്ങളെ, ഇവിടെ ലക്ഷത്തിന്റെയും കോടികളുടെയും ഒക്കെ വാഹനം പോകുമ്പോ റോഡ് സൈഡിൽ നിന്ന് നമ്മൾ മോഹിക്കുന്നൊരു മോഹമില്ലേ, ഇത് മഹ്ശറിലാണ്. കോടിക്കണക്കിന് ആളുകൾക്കിടയിൽ വെച്ച് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നൊരു പാവപ്പെട്ട മനുഷ്യന് താൻ സഞ്ചരിക്കുന്ന ഏറ്റവും പുള്ളിങ്ങുള്ള വാഹനം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൊടുത്ത് സഹായിച്ചപ്പോ, ദീനിന്റെ ഖിദ്മത്തിന് വേണ്ടി സഹായിച്ചപ്പോ, പകരമായിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഓഫർ, പലർക്കും വാഹനം കിട്ടാതെ, പലരും നടന്നിട്ട് നടത്തം തെറ്റിയിട്ട് താഴോട്ട് വീഴുന്ന ജഹന്നമിലേക്ക് വീഴുന്ന സിറാത്തിലൂടെ നല്ല പുള്ളിങ്ങോടെ പോകാൻ നിങ്ങൾക്കൊരു വാഹനം അല്ലാഹു തആല തരും. അത് സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്ന വാഹനമാണ്. മഹ്ശറിലേക്ക് നിങ്ങൾക്ക് കയറാൻ സ്വഹാബത്ത് വല്ലാത്ത സന്തോഷത്തോടെയാണ് ഈ ഹദീസ് കേൾക്കുന്നത്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു അല്ലാഹു നൽകിയ ആ അഭിവൃദ്ധി ദീനീ രംഗത്ത് ചെലവഴിക്കുന്നതിന് ഒരിക്കൽ പോലും മറന്നിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു പതിവുണ്ടായിരുന്നു. ഹദീസിൽ കാണാം, ഓരോ ആഴ്ചയിലും 2 ആഴ്ചയിലും കച്ചവടം കഴിഞ്ഞിട്ട് കിട്ടുന്ന ലാഭം, അള്ളാഹു കൊടുത്ത ബർക്കത്ത് എത്രയെന്നറിയാം മഹാനവറുകൾക്ക്. മദീനയിലേക്ക് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകങ്ങൾ ഇങ്ങനെ കൂട്ടമായിട്ട് വരുമ്പോൾ ഇരുഭാഗത്തുനിന്നും ആൾക്കാർ നോക്കി നിന്നിട്ട് ആസ്വദിക്കുമായിരുന്നു. ഇന്നാണെങ്കിൽ പറയണം, ഫോട്ടോ എടുത്തിട്ട് ആൾക്കാരുടെ മൊബൈലൊന്നും സ്ഥലമില്ലാതാകുമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം 500ഉം 600ഉം 700ഉം ഒട്ടകങ്ങളിലാണ് ഗോഡൌണിലേക്കുള്ള ചരക്ക് വരുന്നത്. അല്ലാഹു തആല ദീനിന്റെ ഖിദ്മത്തിന് പ്രവർത്തിച്ചപ്പോൾ കൊടുത്ത ബറക്കത്താണ്. പക്ഷേ മഹാന്മാരെ ഒന്നും മഹാനവറുകൾ മറന്നിട്ടില്ല.